ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പുഡിംഗ്. എഗ് പുഡിംഗ് വിത്ത് ക്യാരറ്റ് ബോൾസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്പം പിസ്തയും എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാ ക്യാരറ്റും ബോൾസുകളാക്കി മാറ്റാം. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടി 3 മുട്ട ആവശ്യമുണ്ട്. ഈ 3 മുട്ടയുടെ മഞ്ഞ നമുക്ക് വേർതിരിച്ചെടുക്കണം. 2 ഗ്ലാസ് പാൽ കൂടി ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ മഞ്ഞ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായി കുറുക്കിയെടുക്കണം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ശേഷം നമുക്കിതൊരു പുഡിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതല്പം തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ബോൾസ് ചേർത്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് അല്പം പിസ്തയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ എഗ് പുഡിംഗ് വിത്ത് ക്യാരറ്റ് ബോൾസ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. താങ്ക്